ജീപ്പുകാരൻ വരാറായിട്ടുണ്ട്. ഞങ്ങൾ കയറിയത് ഞങ്ങൾ വിചാരിച്ചു ഇവിടുന്ന് കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങിച്ച് ബാഗിൽ വെക്കാമെന്നു. നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. സെറ്റാക്കി ഈ വണ്ടിയിലാണ് ഒരു 45 മിനിറ്റ്സ് ഉണ്ടാവും അല്ലേ? ഈ വണ്ടിയിൽ നമ്മൾ മോളിൽ കയറാം. 4x4 മാത്രമേ പോകാൻ പറ്റുള്ളൂ. 4x4 മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതാണ് വണ്ടി. അയ്യോ, ഈ വണ്ടിയിൽ നമ്മൾ കയറി. ഇനി നമ്മൾ പോകുന്നു ഗൈസ്. ഗൈസ്, ഞാൻ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാ. അവർ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടി ആ ഡ്രൈവർ പോയി. സ്നാക്സ് എന്തെങ്കിലും നോക്കാം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറിയിരുന്നു. അങ്ങോട്ടേക്കുള്ള യാത്രയെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. ഞാൻ ആ വഴിയും റോഡും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി. കാരണം നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ്. അങ്ങനെ ഒരു 45 മിനിറ്റ് ഒന്നും വേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് എത്തിയതുപോലെ എനിക്ക് തോന്നി. പിന്നെ പുള്ളിയുടെ വണ്ടിക്കാണെങ്കിലും എന്തോ ഗ്യാസ് കിട്ടുന്നില്ലെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫായി പോകും. ഗൈസ്, അങ്ങനെ ഞങ്ങളിതാ ഇവിടെ താഴത്ത് എത്തിയിട്ടുണ്ട്. ഇനി മുകളിലോട്ടൊരു അരമണിക്കൂർ നടക്കാനുണ്ട്. അപ്പം നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവന്മാർ വന്നുകൊണ്ടിരിക്കുക. താഴത്തുനിന്ന് ഇറങ്ങി വരും, മുകളിൽ നിന്ന് ഇറങ്ങി താഴെ വരണം. ഞങ്ങളിവിടെ ഒരു ചായ കുടിക്കാന്ന് വിചാരിച്ചൊരു ചെറിയൊരു കടയുണ്ട്. കുട്ടി, ഈ മലയുടെ മുകളിൽ കയറണം. ഇരുന്നാ നടന്ന കയറുവോ? കേറുവോ നീ? പഴം ഡിക്സൺ വാങ്ങിച്ച പുള്ളിയുടെ കയ്യിൽ നിന്ന് പച്ച പഴം. ഒടുക്കത്തെ വഴിയല്ലേ?